നിങ്ങൾ കണ്ടോ എല്ലാ ഫുഡ് പ്രോഡക്ട്സുമേ ഇതേപോലെ ഒരു സിമ്പിൾ. ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇത് വെജ് ലോഗാണ്. അത് ഇതിൽ ഉപയോഗിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസ് അത് വെജിറ്റേറിയനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇത് പണ്ടൊക്കെ റെഡിൽ വന്നിട്ടുണ്ട് നോൺ വെജ് ഐഡൻറ്റിഫൈ ചെയ്യാൻ. അപ്പോൾ അതിൽ ഒരു പ്രശ്നം വന്നു വെച്ചാൽ ഈ കളർ ബ്ലൈൻഡ്സ് ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവണില്ല ഇതിപ്പോൾ ഏതാ കളറെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെന്താ വെച്ചാൽ ഈ സിമ്പിളിനെ നേരെ ഇൻസൈഡിൽ ട്രയാങ്കിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇതേതാ പ്രൊഡക്റ്റ് എന്ന്, അത് നോണാണോ വെജാണെന്ന് തിരിച്ചറിയാൻ കഴിയും. അതുപോലെ നിങ്ങൾക്ക് അതൊരു എക്സാമ്പിൾ കണ്ടാ, ഞാൻ വേറൊരു സിമ്പിൾ പരിചയപ്പെടുത്തി തരാം. അതിൽ ഇത് മോബിയസ് ലൂപ്പ് അറിയുന്ന അതായത് ഈ പ്രൊഡക്റ്റ് റീസൈക്കിൾ ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ചിഹ്നം കൊടുക്കുന്നത്. ചിലതിൽ കാണാം ഇത് ഇൻസൈഡിൽ 1 to 7 വരെ. ഈ 1 to 7 എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലാസ്റ്റിക് മെറ്റീരിയൽ എ ഗ്രേഡ് ഉണ്ട്. ആ എ ഗ്രേഡിൽ ഏതാണ് വരുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ചാണ് ഇതിൽ വരിക. അത് നോക്കി ഇതിൽ കാണാം കീപ് യുവർ സിറ്റി ക്ലീൻ, ജസ്റ്റ് ക്ലീൻ ദ സിറ്റി, അത്രേ ഉദ്ദേശിക്കണുള്ളൂ. ഏതൊരു ഫുഡ് പ്രൊഡക്ട്സിനും അതിന് ഒരു സർട്ടിഫിക്കറ്റ് വേണം. അതാണ് FSSAIൻ്റെ സർട്ടിഫിക്കറ്റ്. ഇതില്ലാതെ നമുക്കൊരു ഇന്ത്യയിൽ പ്രൊഡക്റ്റ് ഇറക്കാൻ കഴിയില്ല. അപ്പോൾ ഇതൊക്കെ വേണം ശ്രദ്ധിക്കാൻ. അതുപോലെ തന്നെ വേറെ സിമ്പിൾ കാണിച്ചതാണ്. ഇതിപ്പോൾ ഈ പ്രൊഡക്റ്റ് ഇന്ത്യയിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതായത് രാജ്യത്ത് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിന് അത് ചിഹ്നങ്ങൾ കൊടുക്കണം. ഫോർ എക്സാമ്പിൾ മേക്ക് ഇൻ ഇന്ത്യ, ഒരു സിംഹത്തിനുള്ളിൽ മേക്ക് ഇൻ ഇന്ത്യ എഴുതിയിട്ടുണ്ട്. ഇത് ആസ്ട്രേലിയൻ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൽ നോക്കി ആസ്ട്രേലിയൻ്റെ മെയ്ഡ് ഇൻ ആസ്ട്രേലിയനാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അതായത് രാജ്യത്തിന് അതിൻ്റേതായ സിമ്പിൾസ് ഉണ്ട്.